ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോംപ്രിഹെൻഷനാണ് നമുക്ക് നോക്കാം. Question 1 to 5. Read the following except from the passage Depths of Gratitude and answer the questions that follow. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. മൊത്തം 5 മാർക്കാണ്. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അപ്പോൾ അച്ഛൻ എവിടെ ഇരിക്കുകയായിരിക്കും? ആ ഒരു റോക്കിംഗ് ചെയറിൽ വരാന്തയിൽ ഇരിക്കുകയായിരിക്കും. ഹീ വിൽ ബി റീഡിങ് ഓഫ് കോഴ്സ്, ബട്ട് വെൻ ഹീ സീസ് മീ ഹീ വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്. അദ്ദേഹം എന്ത് ചെയ്യുമായിരിക്കും? ഹീ വിൽ ബി റീഡ് ചെയ്യായിരിക്കും. പുഷ് ഹിസ് spectacles high up on his forehead and get up and walk toward me. എന്നെ കാണുമ്പോൾ പുസ്തകമൊക്കെ അവിടെ വെച്ച് കണ്ണടയൊക്കെ നെറ്റിയിലേക്ക് വെച്ച് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരും. ഹീ വിൽ സേ ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു. അദ്ദേഹം പറയും ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു. നിന്നെ കണ്ടത് വളരെ സന്തോഷമുണ്ടെന്ന് പറയും. ഓർ വൈ ആർ യു ഹിയർ ആൻഡ് ഹൗ ആർ യു മൈ ചൈൽഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, നീ എന്താ ഇവിടെ, എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ജസ്റ്റ് ഹി ഓൾവേസ് യൂസ്ഡ് ടു ഡു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വേർ വിൽ ഫാദർ ബി സിറ്റിംഗ് അക്കോർഡിംഗ് ടു ദ നരേറ്റേഴ്സ് ഡേ ഡ്രീം. എവിടെയായിരിക്കും അച്ഛൻ ഇരിക്കുന്നുണ്ടാവുക? ഫാദർ വിൽ ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ ഓൺ എ വരാന്ത. വാട്ട് വിൽ ഫാദർ ബി ഡൂയിങ് വെൻ ദ നരേറ്റർ ഫസ്റ്റ് സീസ് ഹിം. എന്ത് ചെയ്യുമായിരിക്കും? ഹീ വിൽ ബി റീഡിങ് എ ബുക്ക്. വാട്ട് വിൽ ഫാദർ ഡു വെൻ ഹീ സീസ് ദ നരേറ്റർ. നരേറ്ററിനെ കാണുമ്പോൾ എന്താ ചെയ്യുക? ഹീ വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക് താഴെ വെക്കും. പുഷ് അപ്പ് ഹിസ് സ്പെക്ടാക്കിൾസ് ആൻഡ് വാക്ക് ടുവേർഡ്സ് ദ നരേറ്ററുടെ അടുത്തേക്ക് വരും. വാട്ട് വിൽ ഫാദർ സേ ടു ദ നരേറ്റർ വെൻ ഹീ ഗ്രീറ്റ്സ് ഹെർ. എന്താ പറയുക? He will say, good day my daughter, I am very glad to see you, or why are you here and how are you my child. ഇതിലേതെങ്കിലും ഒന്ന് പറയും. അഞ്ചാമത്തെ ചോദ്യം. Why does the narrator think father will greet her in this പർട്ടിക്കുലർ വേ. ഈ ഒരു രീതിയിലാണ് എപ്പോഴും അച്ഛൻ ഗ്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദാറ്റ്സ് ഹൗ ഹീ ഓൾവേസ് യൂസ്ഡ് ടു ഗ്രീറ്റ് ഹിയർ. അദ്ദേഹം എപ്പോഴും അവളെ ഗ്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്തൊരു പാസേജ്. Question 1 to 5. Read the following except from the passage half a day and answer the questions that follow. The siren of a fire engine shrieked, and it was not clear how the vehicle would leave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while passenger's wife called out for help and no one answered. Good God, I was in a daze. My head spun. I almost went crazy. How would all his have happened to him in half day between early morning and sunset? I would find the answer at home with my father. But where was my home? I could see only tall buildings and hordes of people. Question നോക്കാം. What sound of did the narrator hear at the beginning of the passage? എന്ത് സൗണ്ട് ആയിരുന്നു കേട്ടത്? The narrator hear the siren of a fire engine shriek. What was happening between the taxi driver and his passenger? What was happening between a battle raged between a taxi driver and his passenger. A battle or argument was raging between the taxi driver and his passenger. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. How did the narrator feel as they witnessed the chaotic scene? The narrator felt dazed, their heads spun and they almost went crazy. ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നെറേറ്റർ വിവരിച്ചത് എന്നാണ് ചോദിച്ചത്. അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് എന്താണ്? The narrator, I was in a daze, my head spun, I almost went crazy. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം. Who did the narrator hope to find answers with? The narrator helped to find answers with their father. അച്ഛനുമൊത്ത് ഇതിനൊക്കെ ഒരു ആൻസർ കണ്ടുപിടിക്കാമെന്ന് നരേറ്റർ പ്രതീക്ഷിക്കുകയാണ്. What was the narrator unable to see despite being surrounded by building and people? എന്തായിരുന്നു തെരഞ്ഞിരുന്നത്? നരേറ്റർ വാസ് അൺഎബിൾ ടു സീ their home despite being surrounded by building and people. വീടാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയത്. ഓക്കെ, അപ്പോൾ 2 കോമ്പിനേഷൻ കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ നോക്കാം.
Question 1 to 5. Read the following excerpt from the passage Nothing Twice and answer the questions that follow. Nothing can ever happen twice. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. Even if there is no one number, if you are planet's biggest dance, you can repeat the class in summer. This course is only offered once. No day copies yesterday. No two nights will teach what bliss is in a precisely the same way, with precisely the same kisses. അപ്പോൾ നത്തിങ് ടോയ്സ് ഒന്നും രണ്ടാമത് വരുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലൈഫ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഇന്നലത്തെ ഡേ അല്ല ഇന്നുള്ളത്, അല്ലേ? ഒന്നും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ക്യാൻ നെവർ ഹാപ്പൻ ടോയ്സ് അക്കോർഡിംഗ് ടു ദ പോയം? നത്തിങ് ക്യാൻ നെവർ ഹാപ്പൻ ടോയ്സ്. എന്താണ് പറയുന്നത്? എന്ത് ഹാപ്പൻ ചെയ്യില്ല എന്നാണ്? ഒന്നും ഹാപ്പൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. വൈ ക്യാൻ വി പ്രാക്ടീസ് ഓർ റിപ്പീറ്റ് അവർ എക്സ്പീരിയൻസ്? ബിക്കോസ് ഈച്ച് എക്സ്പീരിയൻസ് ഈസ് യൂണീക്ക് ആൻഡ് ക്യാൻ ബി റിപ്പീറ്റ്. നമ്മുടെ ഓരോ അനുഭവവും യുണീക്കാണ്. അത് തന്നെയാണ്. അതേപോലെ ഒന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. What is the consequence of being unable to repeat our experience? We arrive unprepared and leave without a chance to improve. Next, what is unique about each day and night according to the poem? എന്താണ് പോയം എന്താണ് പറയുന്നത്? ഈച്ച് ഡേ ആൻഡ് നൈറ്റ് എന്താണെന്ന് പറയുന്നത്? Each day and night is unique and can be exactly replicated. Next, what is the poet trying to convey about the nature of life ആൻഡ് എക്സ്പീരിയൻസ്? എന്താണ് പോയറ്റ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? ദ പോയറ്റ് ഈസ് ഹൈലൈറ്റിംഗ് ദ ഫ്ലീറ്റിംഗ് ആൻഡ് വൺ ടൈം നേച്ചർ ഓഫ് ലൈഫ്സ് എക്സ്പീരിമെൻസ്. ഇതാണ് പോയറ്റ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തത് 1 to 7 മാർക്കിനുള്ള ചോദ്യമാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ദ സ്റ്റോറി ഓഫ് എ ഡേ ഡിസ്ക്രൈബ്സ് ദ സ്കൂൾ ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ദ ഫാദർ ഇൻ ദ സ്റ്റോറി എക്സ്പ്ലെയിൻസ് ടു ഹിസ് സൺ പ്രിപ്പയർ എ റൈറ്റപ്പ്. അപ്പോൾ ഒരു റൈറ്റപ്പ് എഴുതാനാണ്. ദ ഷോർട്ട് സ്റ്റോറി ഓഫ് എ ഡേ ബൈ നഗീബ് മഹ്ഫൂസ് masterfully portrays the 3 phases of human life. ഒരു ഹ്യൂമൻ ലൈഫിന് 3 ഫേസസ് ഉണ്ട്. അതാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദ ഷോർട്ട് സ്റ്റോറി ഹാഫ് എ ഡേ ബൈ നഗീബ് മഹ്ഫൂസ് മാസ്റ്റർഫുള്ളി പോർട്രേറ്റ്സ് ദ 3 ഫേസസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഫേസസ് ആണ് അവിടെ വരച്ച് കാട്ടുന്നത്. ദ ഏജ് ഓഫ് ഇന്നസെൻസ്. ഏജ് ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുട്ടിക്കാലം. ദ ഏജ് ഓഫ് ഗ്രോത്ത്, പിന്നെ നമ്മുടെ വളർച്ചയുടെ കാലം. ആൻഡ് ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്. ആൻഡ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. പിന്നെ നമുക്കൊരു കാലം വരും മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിയും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടിയും ഒരു കാലം വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ 3 ഫേസസ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ നഗീബ് മഹ്ഫൂസ് വരച്ച് കാട്ടുന്നത്. ദ ഷോർട്ട് സ്റ്റോറി Half a Day by Nagib Mahfouz masterfully portrays the 3 phases of human life: the age of innocence, the age of growth and learning, and the age of helplessness and dependence. The narrative seamlessly weaves together these stages, illustrating how time and experience shape our attitude and transform our lives. അപ്പോൾ ഇതിനെ ഈ ഒരു 3 സ്റ്റേജസിനെ വിവരിക്കുകയാണ്. ഇല്ലസ്ട്രേറ്റ് ഹൗ ടൈം ആൻഡ് എക്സ്പീരിയൻസ്, സമയവും അതേപോലെ തന്നെ എക്സ്പീരിയൻസും എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യുന്നതും അതേപോലെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്നുമാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദ നരേറ്റീവ് സീംലെസ്ലി വീവ്സ് ടുഗദർ ദീസ് സ്റ്റേജസ്, ഇല്ലസ്ട്രേറ്റിംഗ് ഹൗ ടൈം ആൻഡ് എക്സ്പീരിയൻസ് ഷേപ്പ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ട്രാൻസ്ഫോം അവർ ലൈഫ്സ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ ഏജ് ഓഫ് ഇന്നസെൻസ് വേർ ചൈൽഡ്ഹുഡ് വണ്ടർ ആൻഡ് ക്യൂരിയോസിറ്റി പ്രിവെയിൽ. അപ്പോൾ ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കുട്ടിക്കാലത്ത്, ദ ഏജ് ഓഫ് ഇന്നസെൻസ് എന്ന് നമുക്ക് വിളിക്കാം. ഒരു ചൈൽഡ്ഹുഡ് വേണം. അപ്പോൾ കുട്ടിക്കാലത്ത് എല്ലാത്തിനോടും ഒരു അത്ഭുതവും ക്യൂരിയോസിറ്റിയും ആയിരിക്കും, അല്ലേ? ദ ഷോർട്ട് സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ ഏജ് ഓഫ് ഇന്നസെൻസ് വേർ ചൈൽഡ്ഹുഡ് വണ്ടർ ആൻഡ് ക്യൂരിയോസിറ്റി പ്രിവെയിൽ. ആസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഗ്രോസ്
ഹി എൻറ്റേഴ്സ് ദ ഏജ് ഓഫ് ഗ്രോത്ത്. പിന്നെ അങ്ങനെ പോയി ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിങ്ങിൽ സ്റ്റേജ് എത്തി. വേർ ഹി നാവിഗേറ്റ്സ് ദ ചലഞ്ചസ് ഓഫ് അഡൾട്ട്ഹുഡ്. അപ്പോൾ അഡൾട്ട്ഹുഡിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും അല്ലേ. ആൻഡ് ഗ്രാപ്പിൾസ് വിത്ത് സൊസൈറ്റിയൽ എക്സ്പെക്റ്റേഷൻ. സൊസൈറ്റിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, അതുമായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യാണ്. അപ്പോൾ ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ ഏജ് ഓഫ് ഇന്നസെൻസ് വേർ ചൈൽഡ്ഹുഡ് വണ്ടർ ആൻഡ് ക്യൂരിയോസിറ്റി പ്രിഫെയിൽ. ആസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഗ്രോസ് ഹി എൻറ്റേഴ്സ് ദ ഏജ് ഓഫ് ഗ്രോത്ത് and learning where he navigates the challenges of adulthood and grapples with societal expectation. രണ്ട് സ്റ്റേജും കഴിഞ്ഞു. ഇനി ഏത് സ്റ്റേജാണ്? ഫൈനലി ഹി റീച്ചസ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ലാസ്റ്റ് എവിടെയാണ്? നിസ്സഹായാവസ്ഥയിലെത്തുകയാണ്, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിൽ. വേർ ഹി റീച്ചസ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ് വേർ ഹി കൺഫ്രണ്ട്സ് ദ ലിമിറ്റേഷൻ ആൻഡ് വൾണറബിൾ ഓഫ് ഓൾഡ് ഏജ്. ഇപ്പോൾ വാർദ്ധക്യകാലത്തെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ത്രൂ ദിസ് ജേർണി മാഫോസ് ഹൈലൈറ്റ്സ് ദ ഇംപെർമനൻസ് ഓഫ് ലൈഫ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചെറിഷിങ് ഈച്ച് മൂമെൻറ്റ്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ജേണിയാണ്, ഓരോ സ്റ്റേജ് ഇങ്ങനെ കഴിയാണ്. അപ്പോൾ ആ ഓരോ മോമെൻറ്റും നമ്മൾ ചെറിഷ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അദ്ദേഹം പറയാണ്. ദ സ്റ്റോറി ഓൾസോ എക്സ്പ്ലോർസ് ഹൗ അവർ സറൗണ്ടിങ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഷേപ്പ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീവ്സ് ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ വി ബിക്കം. അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പീപ്പിൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാഫ് എ ഡേ ഈസ് എ പോഗ്നൻറ്റ് റിമൈൻഡർ ടു എംബ്രേസ് ഈച്ച് ഫേസ് ഓഫ് ലൈഫ് ആൻഡ് ടു ഫൈൻഡ് മീനിങ് ഇൻ അവർ ജേർണി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ സ്റ്റോറി ദ ടോയ്ലറ്റ് ഡിസ്ക്രൈബ് ദ പേഴ്സണൽ സ്ട്രഗിൾസ് ദ ഓതർ ഹാഡ് ടു ഫേസ് ഇൻ ഹർ ലൈഫ്. പ്രിപ്പയർ എ നറേറ്റീവ് ഓഫ് ഹർ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ടോയ്ലറ്റ് എന്ന സ്റ്റോറിയിൽ അവരുടെ പേഴ്സണൽ സ്ട്രഗിൾസാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പേഴ്സണൽ സ്ട്രഗിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു നറേറ്റീവ് നമ്മൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇൻ ദ മിഡ്സ് ഓഫ് അപ്പാർത്തൈഡ് എറ സൗത്ത് ആഫ്രിക്കാസ് ഒപ്രസീവ് ലാൻഡ്സ്കേപ്പ് എ യങ് വുമൻസ് ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി അൺഫോൾഡ്സ്. അപ്പോൾ അപ്പാർത്തൈഡ് എന്നാണ്, വർണ്ണവിവേചനമായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ അല്ലേ. അപ്പോൾ ആ ഒരു വർണ്ണവിവേചനത്തിൻ്റെ ഇടയിലും ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അപ്പാർത്തൈഡ് എറ സൗത്ത് ആഫ്രിക്കാസ് ഒപ്രസീവ് ലാൻഡ്സ്കേപ്പ് എ യങ് വുമൻ, ഒരു യങ് വുമൻ്റെ ജേണിയാണ്, സ്വയം കണ്ടെത്തിയ ഒരു ജേണിയാണ്. Mnom's poignant short story, The Toilet, masterfully captures the struggles of adolescence and the quest for identity in a society governed by rigid rules and expectation. അപ്പം ദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി ബ്ലോപ്പിൻ്റേതാണ്. അതിലെന്താ പറയുന്നത്? മാസ്റ്റർഫുള്ളി ക്യാപ്ചേഴ്സ് ദ സ്ട്രഗിൾസ് ഓഫ് അഡോളസൻസിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾസിനെ ആണ് പറയുന്നത്. പിന്നെ ക്വസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റി, ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ദാഹം, അതായത് സ്വന്തമായ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി രൂപവൽക്കരിക്കാനുള്ള സ്ട്രഗിൾസ്. പിന്നെ സൊസൈറ്റി ഗവേൺഡ് ബൈ റിജിഡ് റൂൾസ്, എങ്ങനെയുള്ള സൊസൈറ്റിയിൽ ഒരുപാട് റൂൾസും ഒരുപാട് എക്സ്പെക്റ്റേഷനിലും ഉള്ള സമൂഹത്തിൽ സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള അവരുടെ ആ സ്ട്രഗിൾസിനെയാണ് ഈ സ്റ്റോറിയിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ടോയ്ലറ്റ് എന്നുള്ള സ്റ്റോറീനെ പറ്റിയിട്ട് ഒരു ചെറിയ വിവരണം. One day she stumbled upon an unlikely sanctuary, the toilet. This small private space became her refuge, a place where she could momentarily flee the oppressive forces that governed her life. അപ്പം ഒരു ദിവസം അവർ ഒരു ടോയ്ലറ്റിൽ അകപ്പെട്ടാണ്. ആ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സ്മോൾ പ്രൈവറ്റ് സ്പേസ് ആണ്, അത് അവരുടെ ഒരു സ്ഥലമായി മാറുകയാണ്. ഫ്ലീ ദ ഒപ്രസീവ് ഫോഴ്സസ് ദാറ്റ് ഗവേൺഡ് ഹെർ ലൈഫ്. ആസ് ഷീ സാറ്റ് ഇൻ സൈലൻസ് ഷീ ബിഗൻ ടു എക്സ്പ്ലോർ ഹെർ ഓൺ ഐഡൻറ്റിറ്റി. അങ്ങനെ ആ സൈലൻസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷീ ബിഗാൻ ടു എക്സ്പ്ലോർ ഹെർ ഓൺ ഐഡൻറ്റിറ്റി, ടു ക്വസ്റ്റ്യൻ ദ എക്സ്പെക്റ്റേഷൻ പ്ലേസ്ഡ് അപ്പോൺ ഹെർ ആൻഡ് ടു ഡ്രീം ഓഫ് എ ഡിഫറെൻറ്റ് ഫ്യൂച്ചർ. അപ്പോൾ സൊസൈറ്റി സെറ്റ് ചെയ്ത ഒരു റൂൾസിനപ്പുറം
സ്വന്തമായിട്ടൊരു സ്വപ്നവും അതേപോലെ തന്നെ ഒരു ഫ്യൂച്ചറും ആ ഒരു ചെറിയ സ്പേസിൽ നിന്നിട്ട് അവർ സ്വപ്നം കാണുകയാണ്. ചില ക്വസ്റ്റ്യൻസിനെയൊക്കെ അവർ എക്സ്പെക്റ്റേഷനെയൊക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇൻ ദിസ് ഹംബിൾ സ്പേസ് ഷീ ഡിസ്കവേർഡ് എ സെൻസ് ഓഫ് ഫ്രീഡം. ഒരു ചെറിയ സ്പേസ് ആണെച്ചാലും അവിടെ അവർ എന്ത് എക്സ്പീരിയൻസ് ചെയ്തു? സെൻസ് ഓഫ് ഫ്രീഡം ആൻഡ് എംപവർമെൻറ്റ് ഷീ നെവർ ന്യൂ എക്സിസ്റ്റഡ്. The toilet became a symbol of resistance, a reminder that even in the darkest moment, there is always a way to reclaim one's sense of self. അപ്പം ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഇടമായി മാറുകയാണ്. എ റിമൈൻഡർ ദാറ്റ് ഈവൻ ഇൻ ദ ഡാർക്സ് മൊമെൻറ്റ്, ജീവിതത്തിൽ ഒരുപാട് ഇരുട് നിറഞ്ഞ അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു റിമൈൻഡർ. ഓക്കെ, ദർ ഈസ് ഓൾവേസ് എ വേ ടു റീക്ലെയിം വൺ സെൻസ് ഓഫ് സെൽഫ്. അപ്പോൾ അത്രയാണ് നമുക്കിതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് 2 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. The little boy in the story of a day was very confused. He couldn't make out why it was necessary to attend to school. He jotted down his thoughts in his diary, attend to his diary. അപ്പോൾ ആ ചെറിയ കുട്ടി സ്റ്റോറി ഹാഫ് എ ഡേ എന്നുള്ള സ്റ്റോറിയിലെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അന്നത്തെ ദിവസം സ്കൂളിൽ പോയി വന്നതിന് ശേഷം അവന് ഡയറിയിൽ കുറിക്കുകയാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട എന്താണ്, ഡേറ്റൊക്കെ എഴുതണം. ട്യൂസ്ഡേ 21 ഓഗസ്റ്റ്. ഓ വാട്ട് എ ഡിഫറെൻറ്റ് ഡേ മേക്സ്. ഓ എന്തൊരു വ്യത്യസ്തപ്പെട്ട ദിവസമായിരുന്നു. യെസ്റ്റർഡേ ഐ വാസ് സോ കൺഫ്യൂസ്ഡ്. ഇന്നലെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആൻഡ് റെസിസ്റ്റൻസ് ടു സ്കൂൾ ബട്ട് ടുഡേ വാസ് എ കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ്. പക്ഷേ ഇന്നൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ഹാഡ് നെവർ ഇമാജിൻഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഇങ്ങനെ ഒരു നല്ല വെറൈറ്റി സ്കൂൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തില്ല. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. ഒരുപാട് ഗെയിംസൊക്കെ കളിച്ചു. സ്വിങ്സ്, വാൾട്ടിംഗ് ഹോഴ്സ്, ബോർഡ് ഗെയിംസ്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഇൻ എ വണ്ടർലാൻഡ്. ഞാനൊരു വണ്ടർലാൻഡ് പോയ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റ് അവർ ഫസ്റ്റ് song together and it felt like our voices were soaring. അപ്പോൾ ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവനിക്ക് കിട്ടിയത്. ഇപ്പോൾ ട്യൂസ്ഡേ 21 ഓഗസ്റ്റ്. ഓ വാട്ട് എ ഡിഫറെൻറ്റ് ഡേ മേക്സ്. യെസ്റ്റർഡേ ഐ വാസ് സോ കൺഫ്യൂസ്ഡ് ആൻഡ് റെസിസ്റ്റൻറ്റ് ടു സ്കൂൾ ബട്ട് ടുഡേ വാസ് എ കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ്. I had never imagined school would have this rich variety. We played all sorts of games, swings, the vaulting horse, board games. I felt like I was in a wonderland. In the music room, we chanted our first song together and it felt like our voices were soaring. ഇനി അടുത്തത് ലെറ്റർ മേക്കിംഗ് ആണ്. You wish to send a letter to Mom, the author of the toilet, congratulating her on her achievement. Draft the letter. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്ലേസ്, ഡേറ്റ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഹൈ മാഡം ലോബ്, കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ് ആസ് എ റൈറ്റർ. ഐ റീസെൻ്റ്ലി റീഡ് യുവർ ഷോർട്ട് സ്റ്റോറി ദ ടോയ്ലറ്റ് ആൻഡ് വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ യുവർ പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ്. യുവർ റൈറ്റിംഗ് ഹാസ് എ വേ ഓഫ് റെസനേറ്റിംഗ് വിത്ത് ദ റീഡേഴ്സ് and inspiring us to think critically about the world around us. Thank you for sharing your talent with us. I look forward to reading more of your work. Sincerely, പേര് എഴുതാം. അപ്പോൾ ലെറ്ററിനൊരു ഫോർമാറ്റ് ഉണ്ട്. അത് പ്ലേസും ഡേറ്റും സല്യൂട്ടേഷനും പിന്നെ നമ്മളെ കോണ്ടൻറ്റും പിന്നെ അതേപോലെ തന്നെ കൺക്ലൂഷനും മെയിൻ ആണ്. അതിൻ്റെ ഇടയിലുള്ള മാറ്റേഴ്സ് ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. ഇതേ മാറ്റർ തന്നെ വരണമെന്നൊന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതാണ്. നമുക്ക് സെൽമ ലാഗർഫോന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുകയെന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ അവാർഡ് നൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ ആ വർക്കിനെ പറ്റി ചെറുതായി ഒന്ന് പറഞ്ഞ് അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ അതിന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എസ്റ്റീംഡ് ഗസ്റ്റ് ആൻഡ് ഫെലോ ലിറ്ററേച്ചർ ലവേഴ്സ്, ഇറ്റ് ഈസ് അവർ ഗ്രേറ്റ് ഓണർ ടു welcome the distinguished Swedish author Selma Lagerlöf to the Nobel Prize ceremony here in Stockholm today. Through her writing, Selma Lagerlöf has not only reflected the beauty and complexity of Swedish culture but has also transcended borders, speaking to universal themes and experiences that resonate with all us.
Please join us in congratulating Selma Lagerlof on this well-deserved recognition of her literary excellence. It is our privilege to present her with the Nobel Prize in Literature, and we look forward to her acceptance speech.